നമസ്കാരം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ. സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം സ്ത്രീ സുരക്ഷയ്ക്കായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷയുടെ പ്രാധാന്യമാണ് ഡൽഹിയിലെ ഭരണചക്രം തിരിക്കാനായി രേഖാ ഗുപ്തയെ നിയോഗിച്ചതും. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. സ്ത്രീക്കോ സ്ത്രീ സുരക്ഷയ്ക്കോ ഒരു പ്രാധാന്യവും നൽകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 23 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ കാണാനുള്ള കണ്ണില്ല. എന്നാൽ അവരെ അധിക്ഷേപിക്കാനുള്ള ഉത്സാഹം കൂടുതലാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ലവലേശം വിവരമില്ല എന്ന് തെളിയിക്കുന്ന വാക്പ്രയോഗമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തെ എതിർക്കുന്നു എന്ന പേരിൽ CPM-ന്റെ തൊഴിലാളി നേതാക്കന്മാർ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. അരാജകവാദികൾ, പാട്ടപ്പിരിവുകാർ, സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കൃമികീടങ്ങൾ എന്നു തുടങ്ങി സമരപ്പന്തലിൽ കണ്ട സുരേഷ് ഗോപിയെ കുടയ്ക്കൊപ്പം ഉമ്മയും കൊടുത്തോ എന്നതുവരെ എത്തി നിൽക്കുന്നു CIT നേതാക്കൾ അടക്കം നടത്തുന്ന അങ്ങേയറ്റ അധിക്ഷേപ പരാമർശങ്ങൾ. തൊഴിലാളി നേതാക്കന്മാർ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി മുതൽ സാധാ കേഡർമാർ വരെ സ്ത്രീകളെ അപമാനിക്കുന്നതിൽ മുൻപന്തിയിലാണ്. സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും തരാതരം പോലെ വിളമ്പുന്നവരാണ് ഇതെല്ലാം പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ കഷ്ടവും. സമരം തുടങ്ങിയിട്ട് 23 ദിവസത്തിനിടയിൽ 3 പ്രധാനപ്പെട്ട CIT നേതാക്കളാണ് സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. സമരം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ CITU അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ നെടുങ്കണ്ടൻ ലേഖനം എഴുതി. ആർക്കു വേണ്ടിയാണ് ഈ സമര നാടകം എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ ഉടനീളം പ്രതിഷേധം അനാവശ്യമാണെന്ന് സമർത്ഥിക്കുകയാണ്. മൂന്നാറിലെ ടാറ്റ ടീ എസ്റ്റേറ്റിൽ ഒരു വിഭാഗം തൊഴിലാളികൾ സംഘടിപ്പിച്ച പെമ്പിളെ ഒരുമൈ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണ് നടക്കുന്നതെന്നായിരുന്നു ലേഖനത്തിൽ സമർത്ഥിച്ചത്. കരീമിന് തൊട്ടു പിന്നാലെ CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാറും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് S മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കൃമികീടമെന്നാണ് വിശേഷിപ്പിച്ചത്. ബസ് സ്റ്റാൻഡുകളിൽ പാട്ടപ്പിരിവ് നടത്തുകയാണ് ഇവരുടെ പ്രധാന പരിപാടിയെന്നും ആക്ഷേപിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചതിനെ പരാമർശിച്ചുകൊണ്ട് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥൻ പറഞ്ഞ അധിക്ഷേപം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിരുന്നു. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.